ഓക്കെ ടീച്ചർ. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്, റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ വേൾഡ്, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. അപ്പൊ നിങ്ങൾ ഈ ചാപ്റ്ററിൽ കുറച്ചൊക്കെ എന്തൊക്കെയോ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലേ, ഒരു ക്ലാസ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളെ കുറിച്ചിട്ടാണ്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഈ സ്വാധീനിക്കുക എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ടേം ആണല്ലേ സ്വാധീനിക്കുക എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴായിട്ട് പറയുന്നുണ്ട് ആ ഒരു സംഭവം എന്നെ, ആ ഒരു ഇൻസിഡന്റ് എന്നെ വല്ലാണ്ട് സ്വാധീനിച്ചു, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്നെ വല്ലാണ്ട് സ്വാധീനിച്ചു. അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് ഈ സ്വാധീനിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുമ്പോൾ ലോകത്തിന് മൊത്തത്തിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ഇത്തരം വിപ്ലവങ്ങൾ കൊണ്ട് ലോകത്തിന് മൊത്തം ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് എന്ത് പറയുന്നത്, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഒരു 5 വിപ്ലവങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് അമേരിക്കൻ വിപ്ലവം, പിന്നെ പറയുന്നത് ഫ്രഞ്ച് വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം, പിന്നെ ചൈനീസ് വിപ്ലവം. അപ്പൊ ഇങ്ങനെ 5 വിപ്ലവങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഞാൻ നിങ്ങൾക്ക് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. പോയോ? ഓക്കെ, ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാ, അതൊന്ന് കാണാം. സ്ക്രീന് വിസിബിൾ ആണോ? കാണാൻ പറ്റുന്നുണ്ടോ? നോ മിസ്. കാണുന്നില്ല? കാണുന്നില്ല. ഓക്കെ, ഒന്നുകൂടി ട്രൈ ചെയ്യട്ടെ. ഇപ്പൊ കാണാവോ? യെസ് മിസ്, ഇപ്പൊ കാണാം. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടല്ലേ? അപ്പൊ ഓക്കെ, നമ്മൾ ഇന്ന് ഞാൻ വിചാരിച്ചു പവർ പോയിന്റ് വെച്ചിട്ട് ക്ലാസ് എടുക്കാൻ വിചാരിച്ചു. അപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ്, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. ഈ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മൾ എന്താണ് 5 വിപ്ലവങ്ങളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പറയുന്നത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, പിന്നെ ഫ്രഞ്ച് റവല്യൂഷൻ അതായത് ഫ്രഞ്ച് വിപ്ലവം, പിന്നെ പറയുന്നത് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, റഷ്യൻ റവല്യൂഷൻ, റഷ്യൻ വിപ്ലവം, ചൈനീസ് റവല്യൂഷൻ. അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മൾ എന്താണ് അമേരിക്കൻ വിപ്ലവത്തെ കുറിച്ചിട്ട് നോക്കാം. അമേരിക്കൻ വിപ്ലവം നിങ്ങൾക്കറിയാം, അമേരിക്ക കണ്ടുപിടിക്കുന്നത് ആരാണ് അറിയാവോ? ആർക്കെങ്കിലും അറിയാവോ അമേരിക്ക ആരാണ് കണ്ടുപിടിച്ചതെന്ന്? കൊളംബസ് എന്നാണ് നമ്മൾ പലപ്പോഴായിട്ട് പറയുന്നത്. 1498 കൊളംബസ് എന്ത് ചെയ്തു? അവിടുന്ന് ഒരു യാത്ര പുറപ്പെടുകയാണ് ചെയ്യുന്നത്. എങ്ങോട്ടേക്കാണ് യാത്ര പുറപ്പെടുക എന്ന് വെച്ചാൽ ഇന്ത്യയിലോട്ടാണ് കൊളംബസ് യാത്ര പുറപ്പെടുന്നത്. പക്ഷെ ചെന്നെത്തിപ്പെടുന്നത് അമേരിക്കയിലാണ്. പക്ഷെ എത്തിപ്പെട്ട അമേരിക്ക അയാള് ഇന്ത്യയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അവിടുന്ന് തിരിച്ചു പോവാണ് ചെയ്യുന്നത്. പക്ഷെ അമേരിക്ക, അതായത് ഈ എത്തിപ്പെട്ട സ്ഥലം ഇന്ത്യയല്ല അമേരിക്കയാണ് എന്ന് കണ്ടുപിടിച്ചത് അമേരിക്കോ വെസ്പൂജി എന്ന് പറയുന്ന ആളാണ്. അപ്പൊ ശരിക്കും അമേരിക്ക കണ്ടുപിടിച്ചത് അമേരിക്കോ വെസ്പൂജിയാണ്. പക്ഷെ ഫസ്റ്റ് ആയിട്ട് ഇന്ത്യ ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അമേരിക്കയിലോട്ട് എത്തിയത് കൊളംബസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. പക്ഷെങ്കിൽ അമേരിക്കോ വെസ്പൂജി എന്ന് പറയുന്ന ആളാണ്. അത് അമേരിക്കയാണ്, ഇത് ഇന്ത്യയാണ്. രണ്ടും അതുവേ ഇത് റേ എന്നൊരു എന്താ പറയാ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് അമേരിക്കോ വെസ്പൂജിയാണ്. അയാളുടെ പേരിൽ നിന്ന് തന്നെയാണ് എന്താവുന്നത്, അമേരിക്ക എന്ന് പറയുന്ന ആ ഒരു പേര് അമേരിക്കക്ക് വരാനുള്ള ഒരു കാരണം. അമേരിക്കോ വെസ്പൂജി ആണ് എന്താക്കുന്നത്, അമേരിക്ക കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഓക്കെ, അങ്ങനെ അമേരിക്ക കണ്ടുപിടിച്ചു. അപ്പൊ ഇംഗ്ലണ്ടിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ആ സമയത്ത്. എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇംഗ്ലണ്ടില് അവിടുത്തെ രാജാവ് എന്ത് ചെയ്യാണ്, ഇംഗ്ലണ്ടിലുള്ള ജനങ്ങളോട്, അതായത് പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരല്ലാത്തവരോട് ഭയങ്കരമായിട്ട് റിലീജിയസ് ടോർച്ചർ, മതപീഡനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഈ ഒരു സ്റ്റോറി, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്താവുള്ളൂ ഈ ഒരു പാഠത്തില് അല്ലെങ്കിൽ ഈ ഒരു അമേരിക്കൻ റവല്യൂഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ നിൽക്കുകയുള്ളൂ. അപ്പൊ ആദ്യം എന്താണ്, അതായത് ഒരു ഇൻസിഡന്റ് നടക്കും, എന്താണ് കാരണം, എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത്.
അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോ ഇംഗ്ലണ്ടിൽ ഇതേപോലത്തെ ഇംഗ്ലണ്ടിലെ രാജാവ് അവിടുത്തെ ജനങ്ങളോട് ഭയങ്കരമായ രീതിയിൽ റിലീജിയസ് ടോർച്ചർ, അതായത് മതപീഡനം നടത്തിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് അതായത് അമേരിക്ക കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു രാജാവിന്റെ മതപീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ആൾക്കാർ എന്ത് ചെയ്തു, ഒരു വിഭാഗം പ്രൊട്ടസ്റ്റന്റ് ആൾക്കാർ എങ്ങോട്ടേക്ക് പോവാണ്, ഈ അമേരിക്കയിലോട്ട് പോവാണ്, അവിടെ മൈഗ്രേറ്റ് ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്തു, അമേരിക്കയിൽ അവരെത്തിപ്പെട്ടു. അമേരിക്കയിൽ അവരവിടെ 13 കോളനികൾ സ്ഥാപിച്ചു. എന്നിട്ട് അവിടെ സെറ്റിൽ ആയിരിക്കുകയാണ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, നല്ല സ്മൂത്ത് ആയിട്ട് കാര്യങ്ങളൊക്കെ പോവാണ്. ഇപ്പൊ രാജാവിന്റെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. രാജാവിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ട് അമേരിക്കയിൽ അഭയം തേടി അമേരിക്കയിൽ മൈഗ്രേറ്റ് ചെയ്തു വന്നു, അവിടെ സെറ്റിലായി നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് എന്ത് ചെയ്യാണ്, വീണ്ടും ഈ രാജാവ് എന്ത് ചെയ്യാണ്, ഒരുപാട് തരത്തിലുള്ള കുറച്ച് കച്ചവടക്കാരെയൊക്കെ അമേരിക്കയിലോട്ട് അയക്കുകയാണ്. ഇംഗ്ലണ്ടിൽ നിന്ന് വീണ്ടും ഒരുപാട് കച്ചവടക്കാരെയൊക്കെ അയക്കുകയാണ്. ആദ്യമൊക്കെ എന്താണ്, ഈ സാധനങ്ങൾ വിറ്റഴിക്കുക, അമേരിക്കയിലുള്ള അസംസ്കൃത വസ്തുക്കൾ അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യുക, ഇങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കച്ചവടക്കാരെ ഇങ്ങോട്ട് അയക്കുന്നത്. പിന്നെ എന്ത് ചെയ്യാണ് ഇത്, അതായത് ഇവരുടെ മേലിൽ, കാരണം ഇവരുടെ ഈ അമേരിക്കയിലുള്ള നിവാസികളുടെ അല്ലെ കോളനി നിവാസികളുടെ മാതൃരാജ്യം എന്ന് പറയുന്നത് എന്താണ്, ഇംഗ്ലണ്ട് ആണല്ലേ. ഇംഗ്ലണ്ടിൽ നിന്ന് കുടിയേറി പാർത്തവരാണല്ലോ ഇപ്പൊ അമേരിക്കയിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും നമ്മൾ, അതായത് ഈ ഒരു രാജാവിനെ അനുസരിക്കൽ, അല്ലെ ഈ രാജാവിന് ഇവരുടെ ഭരിക്കാൻ അധികാരമുണ്ട് എന്ന് രാജാവ് മനസ്സിലാക്കുകയും ഈ കച്ചവടക്കാർ മുഖേന ഈ അമേരിക്കയിലുള്ള ജനങ്ങളുടെ മേൽ ഒരുപാട് തരത്തിലുള്ള വാണിജ്യ നിയമങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യാണ്. അപ്പൊ അങ്ങനെയാണ് ഈ വാണിജ്യ നിയമങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് നികുതികൾ ഇവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. അതായത് സമാധാനപരമായിട്ട് രക്ഷപ്പെട്ടു പോന്നതാണ്. അവിടെ വന്നപ്പോ അവിടെയും എന്താണ്, പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് രാജാവ് ചെയ്യുന്നത്. ഒരുപാട് തരത്തിലുള്ള വാണിജ്യ നിയമങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചു. അതുകൂടാതെ ഒരുപാട് ടാക്സസും കൂടെ, അതായത് പലതരത്തിലുള്ള ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള നിരവധി ടാക്സും നികുതികൾ ഇവര് ആർക്ക് കൊടുക്കേണ്ടി വന്നു, ഇംഗ്ലണ്ടിന് കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലോട്ട് പോവാണ്. അപ്പം അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അമേരിക്കയിലെ ജനങ്ങൾ എന്ത് ചെയ്യുന്നത്, വിപ്ലവം സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഞാൻ പറഞ്ഞു, the British treated American colonies as centers for collecting raw materials for their industry and as market for selling their product. അതായത് ബ്രിട്ടീഷ് എന്ന് പറയുന്നത് ഇവിടെ ഇംഗ്ലണ്ടിനെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ എന്താണ്, അവരുടെ മാർക്കറ്റിലുള്ള എന്ത് ചെയ്യാണ്, പിന്നെ അതായത് അവരുടെ പ്രോഡക്റ്റ് വിറ്റഴിക്കാനുള്ള ഒരു കമ്പോളമായിട്ടും, അതുപോലെ തന്നെ എന്താണ്, പിന്നെ അവരുടെ അസംസ്കൃത വസ്തുക്കൾ കളക്ട് ചെയ്യാനുള്ള ഒരു കേന്ദ്രമായിട്ടും ആരെ കാണുകയാണ്, അമേരിക്കയെ കാണുകയാണ്. അങ്ങനെയാണ് ആദ്യം വന്നത്. പിന്നെ എന്താവാണ്, വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറിയ ഇംഗ്ലീഷുകാർ അമേരിക്കയിലെ 13 കോളനികളെ തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായിട്ടും കണക്കാക്കി. ഇതിൽ നിന്നും മോചനം നേടാനാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടന്നത്. ഇത്രയും ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് നമ്മള് ഇനി അതിന്റെ കാരണത്തിലോട്ട് പോവാം. കോസസ് ഓഫ് ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇതായിരുന്നു മെയിൻ ആയിട്ടുള്ള കാരണം. അപ്പൊ അതിന്റെ കൂടെ വേറെയും ഒരുപാട് തരത്തിലുള്ള കാരണങ്ങളുണ്ട്. ഒന്ന് പറയുന്നത് ടാക്സ് പോളിസീസ് ഓഫ് ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ടിന്റെ തെറ്റായ നികുതി നയം. പിന്നെ പറയുന്നത് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് തരത്തിലുള്ള വാണിജ്യ നിയമങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചു. അത്തരത്തിലുള്ള ഈ വാണിജ്യ നിയമങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെർക്കന്റലിസ്റ്റ് ലോ അല്ലെങ്കിൽ മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് തിങ്കേഴ്സ് ആൻഡ് ദെയർ ഐഡിയോളജീസ്, അതായത് ചിന്തകന്മാരും അവരുടെ ആശയങ്ങളും. അതായത് ഒരുപാട് തരത്തിലുള്ള ചിന്തകന്മാർ അമേരിക്കയിലെ ജനങ്ങൾക്ക് വിപ്ലവം നടത്താൻ ഒരു ഇൻസ്പിറേഷൻ കൊടുത്തു, അല്ലെങ്കിൽ മോട്ടിവേഷൻ കൊടുത്തു. ചിന്തകന്മാരും അവരുടെ ആശയങ്ങളും. അപ്പൊ ചിന്തകന്മാരും അവരുടെ ആശയങ്ങളും ഇവരെ ഒരു വിപ്ലവത്തിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും നമ്മൾ എന്താണ്, അമേരിക്കൻ വിപ്ലവത്തിന്റെ കാരണമായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ 3 കാര്യങ്ങൾ ഓർത്തു വെക്കുക. എന്തിനാണ് അമേരിക്കൻ വിപ്ലവം നടക്കുന്നത് നമ്മൾ പറഞ്ഞു. പിന്നെ പറഞ്ഞത് അമേരിക്കൻ വിപ്ലവത്തിന്റെ കാരണങ്ങളാണ്. അതിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷുകാരുടെ തെറ്റായ നികുതി നയം. പിന്നെ പറയുന്നത് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ.
പിന്നെ പറഞ്ഞത് ചിന്തകന്മാരും അവരുടെ ആശയങ്ങളും. ഇത്രയും കാര്യം ക്ലിയർ ആണോ? കാരണങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് ഓരോ കാരണങ്ങൾ എടുത്തിട്ട് നോക്കാം. ടാക്സ് പോളിസീസ് ഓഫ് ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ടിന്റെ തെറ്റായ നികുതി നയം. അതായത് ബ്രിട്ടീഷുകാർ ഈ അമേരിക്കയുടെ മേൽ നിന്ന് അല്ലെ അമേരിക്കൻ കോളനികളുടെ മേൽ ഒരുപാട് തരത്തിലുള്ള ടാക്സ് എന്ത് ചെയ്തു? എൻഫോഴ്സ് ചെയ്തു, അതായത് അടിച്ചേൽപ്പിച്ചു. ഒരുപാട് ലാൻഡ് ടാക്സ് ആയിക്കോട്ടെ, എല്ലാ അർത്ഥത്തിലും ടാക്സ് എന്ത് ചെയ്തു? അടിച്ചേൽപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പൊ അതുകൂടാതെ എന്ത് ചെയ്യാണ്, അവർക്ക് ഇത്തരത്തിലുള്ള ടാക്സ് ഒക്കെ കൊടുക്കുമ്പോൾ എന്താണ്, ഈ മാതൃരാജ്യമാണ്, മദർലാൻഡ് ആണ് ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ടാണ് ഇവരുടെ മേലെ ടാക്സ് അടിച്ചേൽപ്പിക്കുന്നത്. അപ്പൊ എന്നാൽ ഇവർക്ക് എന്തില്ല, ഈ ഭരണത്തിൽ അല്ലെങ്കിൽ എന്താ പറയാ, ഈ ഒരു ഗവൺമെന്റിൽ ഒരു റെപ്രസെന്റേഷൻ ഇല്ല, ഭരണത്തിൽ ഒരു പങ്കാളിത്തവും ഈ കോളനിക്കാർക്ക് ഉണ്ടാവില്ല. ഭരണത്തിന്റെ കാര്യത്തിൽ എടുത്തു നോക്കുകയാണ്, ഇവര് കോളനിയിലാണ്, വേറൊരു സെപ്പറേറ്റ് കൺട്രിയിലാണ് ജീവിക്കുന്നത്. പക്ഷെ ടാക്സ് കൊടുക്കുന്ന കാര്യത്തിൽ മദർലാൻഡ് ആണെന്നുള്ള ആ ഒരു പരിഗണനയും. അപ്പൊ എന്താണ്, അതായിരുന്നു അവരുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ഞങ്ങൾ ടാക്സ് തരാം, പക്ഷെ എന്ത് വേണം, നമുക്ക് റെപ്രസെന്റേഷൻ വേണം. എന്തിൽ റെപ്രസെന്റേഷൻ വേണം? ഭരണത്തിൽ റെപ്രസെന്റേഷൻ വേണം, ഭരണത്തിൽ പങ്കാളിത്തം വേണം എന്നായിരുന്നു അവരുടെ ഡിമാൻഡ്. പക്ഷെ ഇംഗ്ലണ്ട് എന്ത് കൊടുത്തില്ല? അവർക്ക് ഭരണത്തിൽ ഒരു പങ്കാളിത്തവും കൊടുത്തില്ല. പകരം എന്ത് ചെയ്തു? പലതരത്തിലുള്ള നികുതികൾ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചു. അപ്പോ ആ ഒരു സമയത്ത് ഈ ഒരു ടാക്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവര്, അതായത് അമേരിക്കൻ കോളനിക്കാർ മുഴക്കിയ ഒരു മുദ്രാവാക്യമായിരുന്നു നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അതായത് നമ്മൾ എന്തൊരു പ്രശ്നമാണെങ്കിലും, ഇപ്പൊ നമ്മള് സമകാലീനമായിട്ട് നമ്മുടെ നാട്ടിൽ എന്തൊരു ഇൻസിഡന്റ് നടക്കുകയാണെങ്കിൽ നമ്മൾ അതിനൊരു മുദ്രാവാക്യമൊക്കെ വിളിച്ച്, റാലിയൊക്കെ വിളിച്ച്, ജാഥയൊക്കെ വിളിച്ച് പോവുമല്ലോ. അപ്പൊ അതുപോലെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ആ സമയത്ത് ഈ ടാക്സുമായിട്ട് ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് അമേരിക്കൻ കോളനിക്കാർ മുഴക്കിയ ഒരു മുദ്രാവാക്യമായിരുന്നു നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. ആ ഒരു മുദ്രാവാക്യം സംഭാവന ചെയ്തത് ജെയിംസ് ഓട്ടിസ് എന്ന് പറയുന്ന ചിന്തകനാണ്. ആരാണ്? ജെയിംസ് ഓട്ടിസ്. ഓർത്തു വെക്കണ, പേര് മറന്നു പോകരുത്. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ ആണ് മുദ്രാവാക്യം. ജെയിംസ് ഓട്ടിസ് ആണത് സംഭാവന ചെയ്തത്. പ്രാതിനിധ്യം ഇല്ലാതെ നികുതിയില്ല. ഇംഗ്ലീഷുകാരുടെ തെറ്റായ നികുതി നയം എന്താണ്? ഇംഗ്ലീഷുകാർ അമേരിക്കയിലെ 13 കോളനികളിൽ നിന്നും തോന്നിയ തോതിൽ അല്ലെ തോന്നിയ രീതിയിൽ നികുതി പിരിച്ചെടുത്തു. എന്നാൽ ഭരണത്തിൽ ഈ കോളനികൾക്ക് യാതൊരു പങ്കാളിത്തവും നൽകിയിരുന്നില്ല. ഇതിന്റെ ഫലമായി ജെയിംസ് ഓട്ടിസ് രൂപം നൽകിയ പ്രാതിനിധ്യം ഇല്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തോടു കൂടി സമരത്തിന് തുടക്കമായി. ഈ കാര്യം ക്ലിയർ ആണോ? ടാക്സ് പോളിസീസ് ഓഫ് ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരുടെ തെറ്റായ നികുതി നയം ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് റീസൺ, അതായത് രണ്ടാമത്തെ കാരണം എന്താണെന്ന് നോക്കാം. മെർക്കന്റലിസ്റ്റ് ലോ. മെർക്കന്റലിസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. മെർക്കന്റലിസ്റ്റ് ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ഇംഗ്ലണ്ടുകാര് ഈ ഇംഗ്ലണ്ട് അമേരിക്കയിലേക്ക് ഒരുപാട് കച്ചവടക്കാരെ അയച്ചെന്ന് പറഞ്ഞല്ലോ. ഈ കച്ചവടക്കാർ മുഖേന ഈ അമേരിക്കൻ കോളനികളുടെ മേൽ ഒരുപാട് തരത്തിലുള്ള വാണിജ്യപരമായിട്ടും വ്യാപാരപരമായിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയുണ്ടായി. അത്തരത്തിലുള്ള നിയമങ്ങളെയാണ് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് പോളിസി ഇംപ്ലിമെന്റഡ് ബൈ ദ ബ്രിട്ടീഷ് മെർച്ചന്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദർ മദർലാൻഡ് ദ അമേരിക്കൻ കോളനീസ് നോൺ ആസ് മെർക്കന്റലിസം. ഓക്കെ, അതായത് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ കച്ചവടക്കാർ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ കച്ചവട ന്യായമാണ് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. അപ്പൊ നമുക്ക് ഓരോ മെർക്കന്റലിസ്റ്റ്, അതായത് പ്രധാനമായിട്ടും നിങ്ങൾക്ക് 5 നിയമങ്ങളാണ്, 5 മെർക്കന്റലിസ്റ്റ് നിയമങ്ങളാണ്, അല്ലെങ്കിൽ 5 വ്യവസ്ഥകളാണ്, മെർക്കന്റലിസ്റ്റ് നിയമവുമായി ബന്ധപ്പെട്ട 5 വ്യവസ്ഥകളാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് അതിലോട്ട് പോവാം. മനസ്സിലായോ എന്താണ് മെർക്കന്റലിസ്റ്റ് നിയമം എന്ന് പറയുന്നത്? മാതൃരാജ്യമായിട്ടുള്ള ഇംഗ്ലണ്ട് അമേരിക്കൻ കോളനിയുടെ മേൽ കച്ചവടക്കാർ മുഖേന നടപ്പിലാക്കിയിട്ടുള്ള വാണിജ്യപരമായിട്ടുള്ളതും വ്യാപാരപരമായിട്ടൊക്കെയുള്ള നിയമങ്ങളെയാണ് നമ്മൾ മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും 5 വ്യവസ്ഥകളാണ് ഉള്ളത്. ആ ഒരു 5 വ്യവസ്ഥയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. പറയട്ടെ? പറഞ്ഞോ. ഓക്കെ, കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. അതായത് കോളനികളിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം എങ്ങോട്ടേക്ക് കൊണ്ടുപോവാണെങ്കിൽ
കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ, അതേപോലെ തന്നെ കോളനികളിലേക്ക്, അതായത് കോളനികളിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ അത് ഇംഗ്ലീഷ് കപ്പലിലായിരിക്കണം, അല്ലെങ്കിൽ കോളനികളിൽ നിർമ്മിച്ചിട്ടുള്ള കപ്പലിലായിരിക്കണം. ഇത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. കാരണം ഇത് ഒരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവര് ഒരു സാധനം എങ്ങോട്ടെങ്കിലും ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലണ്ടിൽ നിന്ന് മാത്രമേ ഇവിടെ സാധനം വരാവൂ. അതല്ല, ഇവർ എങ്ങോട്ടെങ്കിലും സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലണ്ടിലോട്ട് മാത്രമേ പോവാവൂ എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. The goods to and from the colonies must be carried out only in British ships or ships built in the British colonies. മനസ്സിലായോ? മനസ്സിലായോ? Yes, miss. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. അതായത് കോളനികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകളാണ് കമ്പിളി, പരുത്തി, പുകയില, പഞ്ചസാര എന്നിവയൊക്കെ. അപ്പൊ ഈ പ്രോഡക്റ്റ് എങ്ങോട്ടേക്ക് മാത്രമേ കയറ്റുമതി ചെയ്യാൻ പാടുള്ളൂ. അതായത് ഇംഗ്ലണ്ടുകാർ മാത്രമായിട്ടല്ല ഇവര് നിലവിൽ വ്യാപാരം നടത്തി പോന്നിരുന്നത്. പല രാജ്യങ്ങളായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? വ്യാപാരം അമേരിക്കൻ കോളനീസ് നടത്തുന്നുണ്ട്. അപ്പോ ഇവരുടെ ഈ മെർക്കന്റലിസ്റ്റ് നിയമപ്രകാരം, അതിലെ വ്യവസ്ഥ പ്രകാരം ഈ പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില എന്നിവ എങ്ങോട്ട് മാത്രമേ കയറ്റുമതി ചെയ്യാൻ പാടുള്ളൂ? ഇംഗ്ലണ്ടിലോട്ട് മാത്രമേ കയറ്റുമതി ചെയ്യാൻ പാടുള്ളൂ. പ്രോഡക്റ്റ് ഓഫ് ദ കോളനീസ് ലൈക്ക് ഷുഗർ, wool, cotton, tobacco, etc. could only be export to England. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇനി പറയുന്നത് അടുത്ത വ്യവസ്ഥയിലോട്ട് പോവട്ടെ, അടുത്ത മെയിൻ പോളിസിയിലോട്ട് പോവട്ടെ. ഇത് ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ ആയിട്ടുണ്ട്. എന്താ? യെസ് മിസ്, ക്ലിയർ ആയി എന്ന് പറഞ്ഞതാണ് അല്ലെ. ഇനി നെക്സ്റ്റ് പറയുന്നത് കോളനികളിലെ നിയമപരമായിട്ടുള്ള പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയെല്ലാം ഇംഗ്ലണ്ടിന്റെ സ്റ്റാമ്പ് പതിപ്പിക്കണം. അതായത് നിങ്ങളടുത്തിപ്പോ നിലവിൽ ഒരുപാട് തരത്തിലുള്ള ലീഗൽ ഡോക്യുമെന്റ്സ് ഉണ്ടാവും അല്ലെ. നമ്മളടുത്ത് ആധാർ കാർഡ് ഉണ്ട്, ID കാർഡ് ഉണ്ട്, പോട്ടെ നമ്മുടെ അടുത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, RC ബുക്ക് ഉണ്ട്, അതേപോലെ വീട്ടില് വീടിന്റെ ഒക്കെ ആധാരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ലീഗൽ ആയിട്ടുള്ള ഒരുപാട് ഡോക്യുമെന്റ്സ് എല്ലാ വ്യക്തികളുടെ അടുത്തും ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള ലീഗൽ ഡോക്യുമെന്റ്സ് ഈവൻ പത്രങ്ങളിൽ പോലും ആരുടെ സീല് വേണമെന്ന് നിർബന്ധം വെച്ചു? ഈ ഇംഗ്ലണ്ടിന്റെ സീല് വേണമെന്ന് നിർബന്ധം വെക്കാണ്. അപ്പൊ എന്തെന്നെ ആയാലും എന്ത് ചെയ്യേണ്ടി വരും? ഈ കോളനിക്കാർ ഇവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും അല്ലെ. മാതൃരാജ്യമായിട്ടുള്ള ഇംഗ്ലണ്ടിനെ എന്തുകൊണ്ടും ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു വ്യവസ്ഥയാണിത്. കോളനികളിലെ നിയമപരമായിട്ടുള്ള പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിന്റെ സ്റ്റാമ്പ് പതിപ്പിക്കണം എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തേ മതിയാവൂ എന്നൊരു തരത്തിലുള്ള ഒരു വ്യവസ്ഥയും കൂടിയാണിത്. British stamp must be affixed on all the legal document, newspaper, pamphlets, license, etc. മനസ്സിലായോ? Yes, miss. പിന്നെ കോളനികളിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. അതായത് ഇവരോട് ഒരുപാട് തരത്തിലുള്ള നിയമങ്ങളും അതേപോലെ തന്നെ ടാക്സുകളും ഒക്കെ ഇവരുടെ മേൽ ഇമ്പോസ് ചെയ്തു. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ അല്ലെ പാലിക്കാത്തവർക്കെതിരെ നിയമമായിട്ടുള്ള നടപടികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു സൈന്യത്തെ തന്നെ ഇംഗ്ലണ്ട് അമേരിക്കൻ കോളനികളിൽ നിയമിച്ചിട്ടുണ്ട്. അപ്പോ ആ ഒരു സൈന്യത്തിന് ആവശ്യമായിട്ടുള്ള ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, അതായത് താമസ സൗകര്യങ്ങള്, ഭക്ഷണം, ഇതൊക്കെ ആര് സൗകര്യം ചെയ്തു കൊടുക്കണം? കോളനിക്കാർ സൗകര്യം ചെയ്തു കൊടുക്കണം. അവരുടെ ചെലവിൽ കോളനിക്കാർ തന്നെ സൗകര്യം ചെയ്തു കൊടുക്കണം. ആ ഒരു വ്യവസ്ഥയായിരുന്നു. കോളനീസ് മസ്റ്റ് ബി പ്രൊവൈഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് ഫോർ ദ ബ്രിട്ടീഷ് ട്രൂപ്സ് വിച്ച് വർ മെയിൻറ്റെയിൻ ഇൻ ദ കോളനീസ്. ഇപ്പൊ 4 മെർക്കന്റലിസ്റ്റ് ലോസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി അവസാനത്താണ് പറയാൻ പോകുന്നത്. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. അതായത് ഇംഗ്ലണ്ടിന്റെ പ്രോഡക്റ്റ് ആണ് ഏത്? തേയില, ഗ്ലാസ്, കടലാസ്. ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദ ഇമ്പോർട്ട് ഓഫ് ടീ, ഗ്ലാസ്, പേപ്പർ. അത്തരത്തില്
ഇംഗ്ലണ്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ് ടീ, ഗ്ലാസ്, പേപ്പർ, തേയില, കടലാസ്, അതേപോലെ തന്നെ ഗ്ലാസ്. ഇതിനെന്ത് ചെയ്യണം? അതായത് അവര് പറയുന്ന രീതിയിൽ അവർ എത്രയാണോ ടാക്സ് പറയുന്നത് ഇവർ ആവശ്യപ്പെടുവൊന്നും വേണ്ട. അതായത് നിങ്ങൾ കടലാസ് ഇറക്കണം, അല്ലെങ്കിൽ ഗ്ലാസ് ഇറക്കണം, അല്ലെങ്കിൽ തേയില ഇറക്കണം എന്ന് ഇവര് പറയുന്നു വേണ്ട. ഇവര് തോന്നുന്നതാണെങ്കിൽ ഇവർ ഇറക്കുന്ന സമയത്ത് എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. അതും ഒരു നിശ്ചിതമായിട്ടുള്ള എമൗണ്ട് ഒന്നുമില്ല, അവർക്ക് തോന്നിയതുപോലെയുള്ള ടാക്സ് അവർ പറയുന്നത് എത്രയാണോ അത്രയും കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. ഒരു ഫിക്സഡ് എമൗണ്ട് ഒന്നും ഇല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ. സ്വാഭാവികമായിട്ടും അമേരിക്കൻ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവോ ഇല്ലയോ ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ ആവുമ്പോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും അല്ലെ? അപ്പൊ നമ്മള് ഫസ്റ്റ് കാരണത്തില് ടാക്സ് പോളിസീസ് ഓഫ് ഇംഗ്ലണ്ട് പറഞ്ഞു. സെക്കൻഡ് മെർക്കന്റലിസ്റ്റ് ലോസ്, മെർക്കന്റലിസ്റ്റ് നിയമങ്ങൾ പറഞ്ഞു. ഇനി മൂന്നാമത്തെ കാരണത്തിലോട്ട് പോവാം. മൂന്നാമത്തെ കാരണം പറയുന്നത് ചിന്തകന്മാരുടെ സ്വാധീനം, തിങ്കേഴ്സ് ആൻഡ് ദിയർ ഐഡിയോളജീസ്. അതായത് ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ, ടാക്സിന്റെ പ്രശ്നം ഒരു വശത്ത്, അതേപോലെ തന്നെ മെർക്കന്റലിസ്റ്റ് ലോസ്, അതായത് മെർക്കന്റലിസ്റ്റ് നിയമങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു വശത്ത്. അപ്പൊ ഈ ഒരു പ്രശ്നങ്ങളോട് കൂടിയിട്ട് തന്നെ ജനങ്ങൾ ആകെ പൊറുതിമുട്ടുകയാണ് ഈ മാതൃരാജ്യമായിട്ടുള്ള ഇംഗ്ലണ്ടുമായിട്ട്. അപ്പൊ ആ ഒരു സമയത്ത് ഈ അമേരിക്കയിലുള്ള ജനങ്ങളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക, ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നമ്മൾ എന്ത് ചെയ്യണം? മാറി ചിന്തിക്കണം. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാണ്? ഇപ്പോ അമേരിക്ക അല്ല ഇംഗ്ലണ്ട് പറയുന്നത് പോലെ അവരെ അനുസരിച്ചില്ല, അവരെ പേടിച്ച് ജീവിക്കുകയാണ്. പക്ഷെ ഈ ഒരു വ്യവസ്ഥയിൽ നിന്ന് മാറണം, നമ്മൾ ഇൻഡിപെൻഡന്റ് ആവണം എന്നൊരു ചിന്ത അവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്തത് അവിടുത്തെ തിങ്കേഴ്സ് ആയിരുന്നു. അവരുടെ ഐഡിയോളജീസ്, അവരുടെ ആശയങ്ങള് അമേരിക്കൻ വിപ്ലവത്തിന് ഒരുപാട് കാരണമായിട്ടുണ്ട്, അല്ലെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചിന്തകന്മാർ ആരൊക്കെയായിരുന്നു എന്നാണ് പറയുന്നത്. ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ജെയിംസ് ഓട്ടിസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ജെയിംസ് ഓട്ടിസ് ആണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്ന മുദ്രാവാക്യം സംഭാവന ചെയ്തത്. ജെയിംസ് ഓട്ടിസ്, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ജോൺ ലോക്ക് എന്ന് പറയുന്ന ചിന്തകനാണ്. പിന്നെ പറയുന്നത് തോമസ് പെയിൻ എന്ന് പറയുന്ന ചിന്തകനാണ്. ജോൺ ലോക്ക് പറഞ്ഞത് മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്. എല്ലാവർക്കും ഉണ്ടല്ലേ മൗലികാവകാശങ്ങള്? നമുക്കും ഇല്ലേ മൗലികാവകാശങ്ങള്? അതേപോലെ തന്നെ എല്ലാവർക്കും ഉള്ളതാണ് ഈ മൗലികാവകാശങ്ങള്. ആ അവകാശങ്ങളെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. മൗലികാവകാശം എന്ന് പറയുന്നത് എന്താണ്? ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത അവകാശം. ആരോ എന്തോ ചോദിച്ചോ? ഫണ്ടമെന്റൽ റൈറ്റ് അല്ലേ? ഫണ്ടമെന്റൽ റൈറ്റ് ആണ് മൗലികാവകാശങ്ങൾ. ഓക്കെ, അപ്പൊ ഈ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആർക്കും നിഷേധിക്കാൻ പാടില്ലാത്ത റൈറ്റ്സ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. പക്ഷെ ഇപ്പൊ നമ്മൾ പ്രസന്റ് സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിനൊക്കെ ഏകദേശം കോട്ടം പറ്റിയിട്ടുണ്ട് അല്ലെ? എന്തുകൊണ്ടാണ്? നമ്മളിപ്പോ ഒരു പാൻഡമിക് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലെ? നമുക്ക് ഒരുപാട് ഫണ്ടമെന്റൽ റൈറ്റ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എവിടെയും സഞ്ചരിക്കാനുള്ള അവകാശം, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള അവകാശം, ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാനുള്ള അവകാശം, അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യം, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലികാവകാശം നമുക്ക് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ ആരോട് കച്ചവടം ചെയ്യണം, ആരോട് ചെയ്യണ്ട എന്നൊക്കെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷെ അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്നൊരാശയമാണ് ജോൺ ലോക്ക് അവിടെയുള്ള ജനങ്ങൾക്ക് കൊടുത്തത്. മനസ്സിലായോ? എവരിവൺ ഹാസ് എ ഫണ്ടമെന്റൽ റൈറ്റ്, നോ ഗവൺമെന്റ് ദ റൈറ്റ് ടു സസ്പെൻഡ് ദം. ഓക്കെ, ഇനി മൂന്നാമത്തെ ചിന്തകനാണ് തോമസ് പെയിൻ. തോമസ് പെയിൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര, ഏതെങ്കിലും ഒരു വിദേശ ശക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്? ഇംഗ്ലണ്ടിനെയാണ്. ഈ വൻകര കൊണ്ട് ഉദ്ദേശിക്കുന്നത് അമേരിക്കൻ കോളനികളെയാണ്. ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകരയെ ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ്. എല്ലായ്പ്പോഴും നമ്മളെങ്ങനെ കിട്ടൂല. നമ്മൾ നാടഭാഷയിൽ പറഞ്ഞാൽ എപ്പോഴും നമ്മൾ എങ്ങനെ കീഴടങ്ങി കഴിയാൻ നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കേണ്ട, അങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പൊ അതേപോലെ there is something absurd in supposing a continent be perpetually governed by a foreign power. എന്താണ്? ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകരയെ ദീർഘകാലം കീഴടങ്ങി കഴിയണം എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ്. അപ്പോ 3 കാരണങ്ങളാണ് അമേരിക്കൻ വിപ്ലവത്തിന്റെ കാരണമായിട്ട് കണക്കാക്കുന്നത്. ഒന്ന് ടാക്സ് പോളിസീസ് ഓഫ് ഇംഗ്ലണ്ട്, സെക്കൻഡ് മെർക്കന്റലിസ്റ്റ് ലോ, മൂന്നാമത് പറയുന്ന തിങ്കേഴ്സ് ആൻഡ് ദെയർ ഐഡിയോളജീസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആയോ?
ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഈ സമരം അല്ലെ അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഇൻസിഡൻസ് അല്ലെങ്കിൽ സമരത്തിന്റെ ഗതി എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ഇൻസിഡൻസ് ഓഫ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഓക്കെ, അതായത് തിങ്കേഴ്സിന്റെ ഐഡിയോളജീസ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരാകെ ഒരു വിപ്ലവം ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഇതിനെതിരെ സ്ട്രഗിൾ ചെയ്യാം, സ്ട്രൈക്ക് ചെയ്യാം എന്നൊരു മെന്റാലിറ്റിയിൽ നിൽക്കുകയാണ് അമേരിക്കയിലെ ജനങ്ങൾ. അപ്പൊ ആ ഒരു സമയത്ത് ഇംഗ്ലണ്ടിന്റെ ഒരു കപ്പല് അമേരിക്കയുടെ തുറമുഖമായിട്ടുള്ള ബോസ്റ്റൺ എന്ന് പറയുന്ന തുറമുഖത്ത് വരികയാണ്. ഇംഗ്ലണ്ടിന്റെ ഒരു കപ്പലാണ്, തേയില നിറച്ചു വന്നിട്ടുള്ള ഒരു കപ്പലാണ്, തേയിലയുമായി വന്നിട്ട് വരുന്ന ഒരു കപ്പലാണ്. ഇംഗ്ലണ്ടിന്റെ കപ്പലാണ് വരുന്നത്. എവിടെയാണ് ലാൻഡ് ചെയ്യുന്നത്? അമേരിക്കയുടെ ബോസ്റ്റൺ എന്ന് പറയുന്ന തുറമുഖത്ത് ലാൻഡ് ചെയ്യാണ്. അപ്പോ ഇവരെന്ത് ചെയ്തു? അതായത് ഇവര് ഓൾറെഡി എന്തിനു വേണ്ടി തയ്യാറെടുക്കുകയാണ്? ഒരു സമരത്തിന് അല്ലെങ്കിൽ ഒരു വിപ്ലവത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പും ഇവരെടുത്തുണ്ട്. അപ്പൊ ഇവര് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യമായിട്ട് ബോസ്റ്റൺ ടീ പാർട്ടി എന്നൊരു ഇൻസിഡന്റോട് കൂടിയിട്ടാണ് അമേരിക്കൻ വിപ്ലവം ആരംഭിക്കുന്നത്. അപ്പോ 1773 അമേരിക്കയിലെ ബോസ്റ്റൺ തുറമുഖത്ത് ഇംഗ്ലണ്ടിന്റെ ഒരു കപ്പൽ വരികയാണ്. തേയിലയുമായിട്ട് വരുന്ന ഒരു കപ്പലാണ്. അപ്പൊ ഈ കപ്പല് വന്നു, അവിടെ നങ്കൂരമിട്ടു, ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടു. അപ്പൊ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അമേരിക്കൻ ജനങ്ങൾ എന്ത് ചെയ്തു? ആ ബോസ്റ്റൺ നിർത്തിയിട്ട് ആ കപ്പലിൽ കയറിയിട്ട് ആ കപ്പലിൽ ഉണ്ടായിരുന്ന 342 ബോക്സസ് തേയിലപ്പെട്ടി എന്ത് ചെയ്തു? കടലിലോട്ട് വലിച്ചെറിഞ്ഞു. അങ്ങനെയാണ് അമേരിക്കൻ വിപ്ലവത്തിന്റെ ആരംഭം. ബോസ്റ്റൺ ടീ പാർട്ടി എന്നാണ് നമ്മൾ ഈ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. മലയാളത്തിൽ ബോസ്റ്റൺ തേയില സൽക്കാരം എന്നൊക്കെ പറയും. പക്ഷെ ബോസ്റ്റൺ ടീ പാർട്ടി തന്നെയാണ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്ന ടേം, ബോസ്റ്റൺ ടീ പാർട്ടി. ഓക്കെ, 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടിയോട് കൂടിയിട്ടാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്. ബോസ്റ്റൺ ടീ പാർട്ടി ഓൺ 16 ഡിസംബർ 1773 ബിഗിനിങ് ഓഫ് ദ വാർ. ക്ലിയർ ആയോ? ബോസ്റ്റൺ ടീ പാർട്ടി എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, അങ്ങനെ ബോസ്റ്റൺ ടീ പാർട്ടിയോട് കൂടിയിട്ട് എന്ത് ചെയ്യും? ഒരു എനിമി ഫീലിംഗ് അല്ലേ ഉണ്ടാവും. അതായത് ഇവരുടെ ഇംഗ്ലണ്ടിന് എന്താവും? അമേരിക്കയോട് സ്വാഭാവികമായിട്ടും എന്താവും? ഒരു എനിമി ഫീലിംഗ് അല്ലേ ഇപ്പൊ ഉണ്ടാവുക. അവർക്ക് നല്ല സന്തോഷമായിരിക്കും ഉണ്ടാവുക. അവരുടെ ടീ ബോക്സസ് ഒക്കെ കടലിലോട്ട് വലിച്ചെറിയുമ്പോ എന്താ സംഭവിക്കുക? അവർക്ക് ഒരു എനിമിറ്റി അല്ലേ ഉണ്ടാവുക? ആരോട്? അമേരിക്കക്കാരോട് അല്ലേ? ഓക്കെ, അങ്ങനെ ഉണ്ടായ സമയത്ത് എന്ത് ചെയ്തു? അതായത് ഒരു വിപ്ലവം ഒന്നും വേണ്ട, അല്ലെങ്കിൽ നമുക്ക് സമാധാനപരമായിട്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് നോക്കാം എന്നൊരു ഉദ്ദേശത്തോടു കൂടി അമേരിക്കയിലെ ജനങ്ങൾ എന്ത് ചെയ്തു? ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു കോൺഫറൻസ് അല്ലെങ്കിൽ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടാൻ തീരുമാനിച്ചു. അമേരിക്കയിലെ ജനങ്ങൾ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടാൻ പോവാണ്. തൊട്ടടുത്ത വർഷം 1774 അവരൊരു സമ്മേളനം വിളിച്ചു കൂട്ടാണ്. സമ്മേളനത്തിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സമാധാനപരമായിട്ട് നമുക്ക് പോവാം. ഒരു യുദ്ധമോ അല്ലെങ്കിൽ ഒരു രക്തച്ചൊരിച്ചിലോ ഒന്നും വേണ്ട. നമുക്ക് സമാധാനപരമായിട്ട് കാര്യങ്ങൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാം, ഇംഗ്ലണ്ടുമായിട്ട് സംസാരിച്ച് തീർക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? പറഞ്ഞിട്ട് അതായത് ആദ്യം സമാധാനപരമായിട്ട് രമ്യമായിട്ട് പരിഹരിച്ചു നോക്കാം. പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് നീങ്ങാം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ട് അവരെന്ത് ചെയ്യാണ്? ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്, അല്ലെങ്കിൽ ഒരു കോൺഫറൻസ് സമ്മേളനത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു? മാറിപ്പോയിട്ടുണ്ടോ? 74 എന്ന് ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. 1774 ജോർജിയ ഒഴികെയുള്ള കോളനിയുടെ പ്രതിനിധികൾ ഫിലാഡൽഫിയയിൽ വെച്ചിട്ട് സമ്മേളിച്ചു. ഇതിനെ 1ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നാണ് അറിയപ്പെടുന്നത്. അവരുടെ സമ്മേളനത്തെ എന്താ അറിയപ്പെടുന്നത്? 1ാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. 1ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എപ്പോഴാണ് നടക്കുന്നത്? 1774. സ്ഥലം എവിടെയാണ്? ഫിലാഡൽഫിയ. ഫിലാഡൽഫിയ അമേരിക്കയിലുള്ള ഒരു സ്ഥലമാണ്. The delegates for the colonies except Georgia met at Philadelphia in 1774 to protest against the policies and rules imposed by England.
അതായത് നിങ്ങൾ ഈ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒന്ന് അതിന്റെ ഇയർ 1774. പിന്നെ അത് എവിടെ വെച്ചിട്ടാണ് നടന്നത്? ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് നടന്നത്. അതിൽ പ്രത്യേകമായിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സമ്മേളനത്തിൽ പറഞ്ഞു വെച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് 13 കോളനികളാണല്ലോ ഉള്ളത്. അപ്പൊ ഈ 13 കോളനികളുടെയും പ്രതിനിധികൾ, റെപ്രസെന്റേറ്റീവ്സ് ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കണമായിരുന്നു. പക്ഷെ ജോർജിയ ഒഴികെയുള്ള 12 കോളനികളിലെ പ്രതിനിധികൾ മാത്രമേ ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുള്ളൂ. ജോർജിയ പങ്കെടുത്തിട്ടില്ല. അപ്പൊ നിങ്ങൾ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്താണെന്ന് എഴുതുന്ന സമയത്ത് ഈ ജോർജിയയുടെ കാര്യം എടുത്ത് മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന്റെ വർഷം, എവിടെ വെച്ച് നടന്നു, ജോർജിയ പങ്കെടുത്തില്ല. പിന്നെ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ ഉദ്ദേശം എന്തായിരുന്നു? അതായത് ഇവർക്കെതിരെ, അതായത് ബ്രിട്ടീഷുകാര് ഇംഗ്ലണ്ടുകാര് നടത്തിയിട്ടുള്ള ഈ ടാക്സ് പോളിസീസ്, അവരുടെ മേൽ ഇമ്പോസ് ചെയ്തിട്ടുള്ള ടാക്സും അതേപോലെ തന്നെ മെർക്കന്റലിസ്റ്റ് ലോസിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് വിളിച്ചു കൂട്ടിയത്. മനസ്സിലായോ? ഓക്കെ. ഇനി നമ്മൾ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് വിളിച്ചുകൂട്ടി എന്തിനാണ്? വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കുക, തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്താതിരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിലെ രാജാവിന് അവരെന്ത് ചെയ്തു? ഒരു നിവേദനം കൊടുത്തു, ഒരു പെറ്റീഷൻ കൊടുക്കുകയാണ് ചെയ്തത്. അതായത് ഇവരുടെ ആവശ്യങ്ങൾ, അതായത് സമ്മേളനത്തിൽ അവർ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് അവരെന്ത് ചെയ്തു? ഒരു പെറ്റീഷൻ എഴുതി, ഒരു ലെറ്റർ എഴുതി. ആർക്ക് കൊടുത്തു? ഇംഗ്ലണ്ടിലെ രാജാവിന് കൊടുത്തു. പക്ഷെ ഇംഗ്ലണ്ടിലെ രാജാവ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലെറ്റർ അല്ലെങ്കിൽ ആ ഒരു പെറ്റീഷൻ അല്ലെങ്കിൽ ഇവരുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്തു? ഗൗനിച്ചില്ല. അവര് മുഖവരൊക്കെ എടുത്തില്ല. അത് പകരം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു സൈന്യത്തെ, ഇവർ ഓൾറെഡി എന്തില് വഴക്കാണ് കോളനിയുമായിട്ട്, ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്ന ആ ഒരു സംഭവത്തോട് കൂടിയിട്ട് കോളനിയുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു കിടക്കാണ്, അല്ലെ? ഒരു എനിമിറ്റിയാണ്, ശത്രുതാ മനോഭാവമാണ് ഉള്ളത്. അപ്പൊ അതിന്റെ കൂടെയാണ് ഈ ഒരു പെറ്റീഷൻ കൂടെ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഒരു പെറ്റീഷൻ കിട്ടിയതോടുകൂടി വലിയൊരു സൈന്യത്തെ ഇങ്ങോട്ടേക്ക് അയച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ സമ്മേളനത്തിൽ കൂടിയവരൊക്കെ എന്ത് ചെയ്തു? സപ്രസ് ചെയ്തു, അടിച്ചമർത്തുകയാണ് ചെയ്തത്. മനസ്സിലായോ? ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ റിസൾട്ട് മനസ്സിലായോ? ഓക്കെ. ഇനി നമുക്ക് the colonies were submitted a petition to the King of England. They demanded the revocation of the regulations enforced on industry and commerce and not impose tax without the appreciation of the people. മനസ്സിലായോ? ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ക്ലിയർ ആണോ? നമ്മൾ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് പറയാണ്. രണ്ടാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ്, അതായത് ആദ്യത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ് ഇംഗ്ലണ്ട് എന്ത് ചെയ്തു? അടിച്ചമർത്തി. എങ്ങനെയാണ് അടിച്ചമർത്തുന്നത്? ഒരു സൈന്യത്തെ, അല്ലെ? ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇവരെന്ത് ചെയ്തു? സമാധാനപരമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇംഗ്ലണ്ടിലെ രാജാവിന് അവരുടെ ആവശ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് ടാക്സ് ഞങ്ങളുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഭരണത്തിൽ പങ്കാളിത്തം വേണം. പിന്നെന്താണ്? ഇത്തരത്തിൽ ഒരുപാട് തരത്തിലുള്ള വാണിജ്യ വ്യാപാര നിയമങ്ങൾ ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. ആ അടിച്ചേൽപ്പിച്ച നിയമങ്ങളൊക്കെ പിൻവലിക്കണം എന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പെറ്റീഷൻ പോകുന്നത്. പക്ഷെ ആ പെറ്റീഷൻ അവർ മുഖവരൊക്കെ എടുത്തില്ല. പകരം എന്ത് ചെയ്തു? ഒരു സൈന്യത്തെ ഇങ്ങോട്ട് അയച്ചിട്ട് അടിച്ചമർത്താണ് ചെയ്തത്. അപ്പോ എന്ത് ചെയ്തു? ഇവര് കോളനിക്കാർ തിരിച്ചറിയാണ്. എന്താണ് തിരിച്ചറിയുന്നത്? ഇതേപോലെ സൈന്യത്തെ വെച്ചിട്ട് നമ്മളെ അടിച്ചമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരുമായിട്ട് വിജയിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്കും എന്ത് വേണം? ഒരു സൈന്യം വേണം, അല്ലെ? സൈന്യമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ നമുക്കും എന്താണ്? ഒരു കോണ്ടിനെന്റൽ സൈന്യം വേണം, അല്ലെ? കോളനിക്കാർക്കും ഒരു സൈന്യം വേണം. അപ്പോ ഒരു സൈന്യത്തെ ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് അവരെന്തിയാണ്? സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് വിളിച്ചു ചേർക്കുകയാണ്. 1775 രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുന്നത്. ഈ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസും ഫിലാഡൽഫിയയിൽ വെച്ചിട്ട് തന്നെയാണ് നടക്കുന്നത്. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരു സൈന്യത്തെ രൂപീകരിക്കുക എന്നതാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് സൈന്യത്തെ രൂപീകരിക്കുന്നത്? അമേരിക്കൻ കോളനിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സൈന്യത്തെ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ കോളനികളിലെ പ്രതിനിധികൾ 1775 ഫിലാഡൽഫിയയിൽ വെച്ചിട്ട് ചേർന്ന സമ്മേളനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ്, രണ്ടാം കോണ്ടിനെന്റൽ സമ്മേളനം അല്ലെങ്കിൽ സമരം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ക്ലിയർ ആയോ? ഓക്കെ.
അങ്ങനെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ക്ലിയർ ആയി. ഓക്കെ, ഞാനിങ്ങനെ ക്ലിയർ ആയോ എന്ന് ചോദിക്കുമ്പോ നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവുന്നുണ്ടോ? ഒരു ഇറിറ്റേഷൻ തോന്നുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? നോ മിസ്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാണ്, രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്സിൽ എന്ത് ചെയ്തു, ഇവരൊരു സൈന്യത്തെ രൂപീകരിച്ചു. അതിന്റെ കമാൻഡർ ചീഫായിട്ട് ആരെ തെരഞ്ഞെടുത്തു? ജോർജ് വാഷിംഗ്ടണിനെ സൈന്യത്തിന്റെ തലവനായിട്ട് തെരഞ്ഞെടുക്കുകയും ചെയ്തു. രണ്ടാമത്തെ കോൺഗ്രസിന്റെ ഉദ്ദേശം എന്തായിരുന്നു? സൈന്യത്തെ ഉണ്ടാക്കുക. അങ്ങനെ സൈന്യത്തെ ഉണ്ടാക്കി ജോർജ് വാഷിംഗ്ടണിനെ സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫ്, അതായത് സൈനിക മേധാവിയായിട്ട് തെരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പൊ ഇത്രയാണ് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഇനി രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് കഴിഞ്ഞു. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള തോമസ് പെയിൻ ഓർക്കുന്നുണ്ടോ? ഓർമ്മയുണ്ടോ? തോമസ് പെയിൻ ആരായിരുന്നു? ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയുക എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കാത്ത കാര്യമാണെന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? അപ്പൊ അയാളാണ് തോമസ് പെയിൻ. അപ്പൊ അയാൾ എന്ത് ചെയ്യാണ്, ഈ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് കഴിഞ്ഞിട്ട് ഒരു സൈന്യമൊക്കെ ഉണ്ടാക്കി ഒരു വിപ്ലവത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ആ സമയത്ത് ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ ഒരു പാംഫ്ലെറ്റ് പുറത്തിറക്കി. പാംഫ്ലെറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? പാംഫ്ലെറ്റ് പറഞ്ഞാൽ എന്താ? പാംഫ്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അവയർനെസ് ആണ്. അതായത് നോട്ടീസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും നോട്ടീസ് പോലെയുള്ള ഒരു സംഭവമാണ്, ഒരു ലഘുലേഖ. അതായത് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ ഒരു ലഘുലേഖ എന്നാണ് അതിന്റെ മലയാളം. പാംഫ്ലെറ്റോട് ഉദ്ദേശിക്കുന്ന ഇതാണ്, ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി. ഇപ്പൊ കൊറോണ ഒക്കെ വന്നപ്പോ നമുക്ക് ഹെൽത്ത് നോക്കി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അവയർനെസ് തരാൻ വേണ്ടിയിട്ട് കുറെ ഇൻസ്ട്രക്ഷൻ ഒക്കെ തരുന്നില്ലേ? അപ്പൊ അതേപോലെ ജനങ്ങളെ അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്തിറക്കുന്ന ഒരു സംഭവമാണ് പാംഫ്ലെറ്റ്. പാംഫ്ലെറ്റിൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ഇത് നമ്മള് അമേരിക്കൻ കോളനി നിവാസികളാണ്. നമ്മൾ ഇംഗ്ലണ്ടിന്റെ ഇത്തരത്തിലുള്ള ഇതൊന്നും നമ്മൾ സഹിച്ചു പോരേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അയാൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പാംഫ്ലെറ്റ് തയ്യാറാക്കുന്നത്. ആ പാംഫ്ലെറ്റ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത് എന്താണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെ അമേരിക്കൻ കോളനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു മാർഗം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും യുക്തിപൂർവമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുക എന്നതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും യുക്തിപൂർവമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് എന്താണ്? ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുക എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇതല്ലേ ലാസ്റ്റ് പറഞ്ഞുകൊണ്ടിരുന്നത്? ത്രൂ ദ ഫാംലെസ് ടൈറ്റിൽ കോമൺ സെൻസ്. അപ്പോ ഈ കോമൺ സെൻസ്, തോമസ് പെയിന്റെ പാംഫ്ലെറ്റിന്റെ പേര് അറിയപ്പെടുന്നത് കോമൺ സെൻസ് എന്ന് പറയുന്ന പേരിലാണ്. കോമൺ സെൻസ് ഓർത്തു വെക്കുക. പാംഫ്ലെറ്റിന്റെ പേര് എന്താണ്? കോമൺ സെൻസ്. നിങ്ങൾ ഇതിൽ ഒരുപാട് ആൾക്കാരുടെ പേര് പഠിക്കുന്നുണ്ട്. ആരോ മൈക്ക് ഓണാണോ? ഭയങ്കര സൗണ്ട് കേൾക്കുന്നു. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ജെയിംസ് ഓട്ടിസ് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ, പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുദ്രാവാക്യം സംഭാവന ചെയ്തിട്ടുള്ള ഒരു ചിന്തകനാണ് ജെയിംസ് ഓട്ടിസ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ജോൺ ലോക്ക്, അത് ഐഡിയോളജീസ് ആൻഡ് തിങ്കേഴ്സ് എന്ന് പറയുന്ന ആ ഭാഗത്താണ് നമ്മൾ പറഞ്ഞത് ജോൺ ലോക്ക്. തോമസ് പെയിന് ഒരു കാര്യം, നേരത്തെ ഐഡിയോളജി വേറെ ഉണ്ട്, തോമസ് പെയിന്റെ അതുകൂടാതെ കോമൺ സെൻസ് എന്ന് പറയുന്ന പാംഫ്ലെറ്റ്. നിങ്ങൾ തോമസ് പെയിന്റെ കോമൺ സെൻസ് അത് നിങ്ങൾ അങ്ങനെ തന്നെ ഓർത്തു വെക്കണം. 1 വേർഡിന് എക്സാമിന് ചോദിക്കുന്നതാണ്. കോമൺ സെൻസ് ആരുടേതാണ്? ഓപ്ഷൻ ഉണ്ടാവില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ആ സമയത്ത് തോമസ് പെയിൻ എന്ന കാര്യം എഴുതി വെക്കണം, മറന്നു പോകരുത്. കോമൺ സെൻസ് എന്ന് പറയുന്ന പാംഫ്ലെറ്റ് അല്ലെ കോമൺ സെൻസ് എന്ന് പറയുന്ന ലഘുലേഖ എന്ന് പറയുന്നത് ആരുടേതാണ്? തോമസ് പെയിൻ എന്ന് പറയുന്ന ചിന്തകന്റെയാണ്. ഓക്കെ ആണോ? കോമൺ സെൻസ് എന്താണെന്ന് മനസ്സിലായോ? അതൊരു പാംഫ്ലെറ്റ് ആണ്. ആ പാംഫ്ലെറ്റിൽ പറയുന്ന എന്താണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും യുക്തിപൂർവമായിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇംഗ്ലണ്ടിൽ നിന്ന് മോചിതരാവുക അല്ലെ ഇംഗ്ലണ്ടിൽ നിന്ന് പിൻവാങ്ങുക എന്നതാണ്. അതാണ് തോമസ് പെയിൻ പാംഫ്ലെറ്റ് ആയിട്ടുള്ള കോമൺ സെൻസിലൂടെ ജനങ്ങളോട് പറഞ്ഞത്. മനസ്സിലായോ? തോമസ് പെയിൻ തന്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ അമേരിക്ക ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണെന്ന് പ്രഖ്യാപിച്ചു. ഓക്കെ,
പിന്നെ അങ്ങനെ എന്ത് ചെയ്തു? നമ്മള് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് പറഞ്ഞു, സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നടന്ന സംഭവമാണ് ഈ തോമസ് പെയിന്റെ കോമൺ സെൻസ് എന്ന് പറയുന്ന പാംഫ്ലെറ്റ് അല്ലെങ്കിൽ ലഘുലേഖ. അതിനുശേഷം എന്ത് ചെയ്തു? 1776 വീണ്ടും ഒരു കോണ്ടിനെന്റൽ കോൺഗ്രസ്, മൂന്നാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുകയാണ്. ആ കോണ്ടിനെന്റൽ കോൺഗ്രസിൽ അമേരിക്ക എന്ത് ചെയ്തു? സ്വയം അങ്ങോട്ട് പ്രഖ്യാപിച്ചു. എന്താ പ്രഖ്യാപിച്ചത്? ഞങ്ങൾ സ്വതന്ത്രരാവുകയാണ്, സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുകയാണ്, ഞങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്നും എന്ത് ചെയ്തു? സ്വതന്ത്രരായി എന്നങ്ങോട്ട് പ്രഖ്യാപിച്ചു. ഈ കോമൺ സെൻസ് ആണ് അവരെ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനത്തിലോട്ട് എത്തിച്ചത്. അവരെന്ത് ചെയ്തു? അമേരിക്ക എന്ത് ചെയ്തു? 1776 മൂന്നാമതൊരു കോണ്ടിനെന്റൽ കോൺഗ്രസ് വിളിച്ചു ചേർക്കാണ്. ആ കോണ്ടിനെന്റൽ കോൺഗ്രസിൽ എന്ത് സംഭവിച്ചു? ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. എന്താണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന് പറയുന്നത്? ഞങ്ങൾ സ്വതന്ത്രരായെന്ന് അവരെന്ത് ചെയ്തു? സ്വയം അങ്ങോട്ട് പ്രഖ്യാപിച്ചു. 1776 ജൂലൈ 4 മൂന്നാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. മനസ്സിലായോ? ഓക്കെ. അപ്പോ ഈ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കി, നിങ്ങൾക്ക് വീണ്ടും രണ്ടാൾക്കാരുടെ പേര് കൂടെ പഠിക്കാനുണ്ട്. ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിങ്ങനെ പറയുന്ന രണ്ടാൾക്കാരാണ് എന്ത് തയ്യാറാക്കിയത്? ഈ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത്. തോമസ് ജെഫേഴ്സൺ, തോമസ് പെയിൻ അല്ലേ, മാറിപ്പോവരുത്. തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ രണ്ടുപേര്. ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. പിന്നെ എന്തായിരുന്നു? കോമൺ സെൻസ് ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തോമസ് പെയിൻ. പിന്നെ ആരാണ്? ജെയിംസ് ഓട്ടിസ്, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. ഇങ്ങനെ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ആരാണെന്നുള്ള വ്യക്തികളുടെ പേര് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കണം. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ്ങിന് കാണാം, അല്ലെങ്കിൽ വൺ വേർഡിന് കാണാം. അപ്പൊ അതുകൊണ്ട് പേരുകൾ മറന്നു പോകരുത്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. ഓക്കെ ആണോ? യെസ് മിസ്. ഓക്കെ. ഇനി നമ്മൾ പറയുന്നത് ഇപ്പൊ സ്വാതന്ത്ര്യ പ്രഖ്യാപനം കൂടി നടക്കുന്ന സമയത്ത് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം എന്തൊരു മനോഭാവമായിരിക്കും ഉണ്ടാവുക? അവരിതൊക്കെ അംഗീകരിച്ചു കൊടുക്കുവോ? വകവെച്ചു കൊടുക്കുവോ? ഒരിക്കലും ഇല്ല അല്ലെ. അപ്പോ അങ്ങനെ എന്ത് ചെയ്തു? അതോടുകൂടിയിട്ട്, അതായത് ഇവര് സ്വാതന്ത്ര്യ പ്രഖ്യാപനം അല്ലെങ്കിൽ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് കൂടെ നടത്തിയപ്പോ എന്ത് ചെയ്തു? അമേരിക്കൻ കോളനിയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ശരിക്കുള്ള തുറന്ന യുദ്ധം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. The war between England and the colonies in North America that began with the Declaration of Freedom ended in 1781. അപ്പോ നമ്മൾ പറഞ്ഞു ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് നടക്കുന്നത് 1776 പറഞ്ഞു. അപ്പോ അന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ് എന്ത്? യുദ്ധം സ്റ്റാർട്ട് ചെയ്യാണ്. ആരൊക്കെ തമ്മിൽ? ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ യുദ്ധം സ്റ്റാർട്ട് ചെയ്യാണ്. ആ യുദ്ധം എപ്പോഴാണ് അവസാനിക്കുന്നത്? 1781. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര വർഷം അല്ലെങ്കിൽ ആ ഒരു വാറിന്റെ ഡ്യൂറേഷൻ എത്രയായിരിക്കും? ഒന്ന് പറഞ്ഞേ. എത്ര വർഷമായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കടോ. 1776 സ്റ്റാർട്ട് ചെയ്യുന്നു, 1781 അവസാനിക്കുന്നു. 5 വർഷല്ലേ? ഞാൻ പറയുന്ന മനസ്സിലാവാത്ത കുഴപ്പമുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അങ്ങനെ എന്ത് ചെയ്തു? 1776 യുദ്ധം ആരംഭിക്കുന്നു, 1781 യുദ്ധം അവസാനിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങൾക്ക് യുദ്ധം എങ്ങനെ നടക്കുന്നു അതൊന്നും ഇല്ല. യുദ്ധം എങ്ങനെയാണ് ആരംഭിക്കുന്നത്? ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് അമേരിക്കൻ കോളനീസ് നടത്തിയതോട് കൂടിയിട്ട് അമേരിക്കയും അതേപോലെ തന്നെ ഇംഗ്ലണ്ടും തമ്മിലുള്ള തുറന്ന യുദ്ധം ആരംഭിക്കുകയാണ്. അങ്ങനെ ആരംഭിച്ച യുദ്ധം 1781 അവസാനിക്കുന്നത്. ഈ ഒരു യുദ്ധത്തില് അമേരിക്ക, നിങ്ങളൊന്ന് ആലോചിച്ചു, ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് വലിയൊരു രാജ്യമാണ്. അമേരിക്കൻ കോളനിക്കാർ ഇംഗ്ലണ്ടിൽ നിന്ന് കുടിയേറി പാർത്ത കുറച്ച് വിഭാഗം ആൾക്കാരാണ്. പക്ഷേ ഈ യുദ്ധത്തിൽ ആര് ജയിച്ചു? അമേരിക്ക ജയിക്കും. അമേരിക്കയാണ് ജയിച്ചത്. എങ്ങനെയാണ് അമേരിക്ക ജയിച്ചതെന്ന് അറിയോ? അറിയാവോ? അറിയില്ല. അപ്പൊ അമേരിക്കയ്ക്ക് എന്ത് സഹായം ഉണ്ടായിരുന്നു?
ഈ ഫ്രാൻസിന്റെ, നമ്മൾ ഫ്രഞ്ച് റവല്യൂഷന്റെ സമയത്ത് നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കും, അമേരിക്കയ്ക്ക് ഫ്രാൻസിന്റെ സഹായം ഉണ്ടായിരുന്നു. അമേരിക്ക, അതായത് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ ആ സമയത്ത് ഉടക്കിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുക എന്നൊക്കെ പറയൂലേ നമ്മള്, അതേപോലെ ഇംഗ്ലണ്ടോടുള്ള ആ ഒരു ശത്രുത ഫ്രാൻസ് മുതലെടുക്കുകയും ഫ്രാൻസ് എന്ത് ചെയ്തു, അമേരിക്കൻ കോളനികളെ ഈ ഒരു യുദ്ധത്തിൽ സപ്പോർട്ട് ചെയ്യുകയും എല്ലാവിധ സൈനിക സഹായവും അതേപോലെ തന്നെ സാമ്പത്തിക സഹായവും ഒക്കെ ആര് ചെയ്തു കൊടുത്തു, അമേരിക്കക്കാർക്ക് ഫ്രാൻസ് ചെയ്തു കൊടുത്തു. അങ്ങനെ ഈ ഒരു യുദ്ധത്തിൽ, ഇംഗ്ലണ്ടുമായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്ക വിജയിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അമേരിക്ക വിജയിച്ചു, അമേരിക്ക ഇൻഡിപെൻഡന്റ് ആയി. ഈ ഒരു യുദ്ധം 1783 പാരീസ് ഉടമ്പടി പ്രകാരം, ട്രീറ്റി ഓഫ് പാരീസ് 1783, പാരീസ് ഉടമ്പടി പ്രകാരം എന്ത് ചെയ്യാണ്, ഈ യുദ്ധം അവസാനിക്കാണ്. അങ്ങനെ എന്ത് ചെയ്തു, ഈ ഒരു ഉടമ്പടി പ്രകാരം 13 കോളനികളുടെയും സ്വാതന്ത്ര്യം ആര് അംഗീകരിച്ചു കൊടുത്തു, ഇംഗ്ലണ്ട് അംഗീകരിച്ചു കൊടുത്തു. അങ്ങനെ ആ 13 കോളനികളെയും ഏകോപിപ്പിച്ചുകൊണ്ട് വന്ന പേരാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഇന്ന് നമ്മൾ അമേരിക്ക USA എന്നല്ലേ പറയുന്നത്, അല്ലെ? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, അങ്ങനെയാണ് അമേരിക്ക നിലവിൽ വന്നത്. അങ്ങനെ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ്, സ്വതന്ത്രമാവുകയാണ് അമേരിക്ക ഇംഗ്ലണ്ടിൽ നിന്നും. അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് ജോർജ് വാഷിംഗ്ടൺ. ജോർജ് വാഷിംഗ്ടൺ നേരത്തെ കമാൻഡറിംഗ് ചീഫ് ആയിട്ട് എലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ആളാണ്. അയാൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. മനസ്സിലായോ? ഓക്കെ, 5 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ട് ഈ ഒരു അമേരിക്കൻ വിപ്ലവത്തില്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് പുതിയ ഭരണഘടന പ്രകാരം അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിട്ട് ജോർജ് വാഷിംഗ്ടൺ തെരഞ്ഞെടുക്കപ്പെട്ടു. അതിപ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഇമ്പാക്ട് ഓഫ് ദ അമേരിക്കൻ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ ഫലങ്ങൾ അല്ലെങ്കിൽ റിസൾട്ട്. അതായത് ആദ്യമായിട്ട് ഒരു വിപ്ലവം ലോകത്ത് നടക്കുകയാണ്. ഈ ഒരു വിപ്ലവം നടന്നിട്ട് അമേരിക്ക വിജയിച്ചു, ഇംഗ്ലണ്ട് പരാജയപ്പെട്ടു. ഇംഗ്ലണ്ട് എന്ത് ചെയ്തു, അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം അംഗീകരിച്ചു കൊടുത്തു. അങ്ങനെ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം വരികയാണ്. അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വതന്ത്രമായിട്ട് ഒരു രാജ്യം വരികയാണ്. ആ ഒരു രാജ്യത്തിന്റെ പിന്നെ ഭരണാധികാരിയായിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ട് ജോർജ് വാഷിംഗ്ടണിനെ തെരഞ്ഞെടുത്തു. അപ്പൊ ഈ ഒരു വിപ്ലവത്തിന്റെ സ്വാധീനം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഈ ചാപ്റ്ററിന്റെ തുടക്കം തന്നെ. അപ്പൊ എന്തൊക്കെ സ്വാധീനങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ഇമ്പാക്ട് ആണ് ഈ ഒരു വിപ്ലവം ലോകത്തെ കൊടുത്തത് ഒന്നാണ് പറയുന്നത്. ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾ ആൻഡ് റവല്യൂഷൻ ഓൾ ഓവർ ദ വേൾഡ്. അതായത് പിന്നീട് നടന്നിട്ടുള്ള എല്ലാ വിപ്ലവങ്ങൾക്കും, ലോകത്ത് പിന്നീട് നടക്കുന്ന എല്ലാ വിപ്ലവങ്ങൾക്കും ഈ ഒരു അമേരിക്കൻ വിപ്ലവം എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു മോട്ടിവേഷനും അതേപോലെ തന്നെ ഒരു ഇൻസ്പിറേഷനും ഒക്കെ ആയിരുന്നു. കാരണം ഇത് ജയിച്ചു, ഇവര് സക്സസ് ആയി. അതായത് അനീതിക്കെതിരെ പോരാടിയിട്ട് അമേരിക്കൻ ജനങ്ങള് വിപ്ലവം ചെയ്തിട്ട് എന്ത് ചെയ്തു, വിജയിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിപ്ലവം എന്തായി, എല്ലാ വിപ്ലവവും പിന്നീട് നടക്കുന്ന എല്ലാ വിപ്ലവങ്ങൾക്കും ഒരു ഡയറക്ഷൻ ആയിരുന്നു അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ആയിരുന്നു. പിന്നെ പറയുന്നത് put forward the concept of republican form of government. റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു ആശയം ലോകത്തിന് സംഭാവന ചെയ്തത് അമേരിക്കൻ ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ്, അതായത് റിപ്പബ്ലിക്കൻ ഭരണരീതി എന്നൊരു ആശയം ലോകത്തിന് സംഭാവന ചെയ്തത് അമേരിക്കയാണ്. പിന്നെ പറയുന്നത് prepared the first written constitution. ആദ്യമായിട്ട് എഴുതപ്പെട്ട ഒരു ഭരണഘടന തയ്യാറാക്കുന്നത് അമേരിക്കയാണ്. പിന്നെ പറയുന്നത് contributed to the concept of federal system, ensured freedom and authority of state in the state in the union. അതായത് ഈ ഒരു സംസ്ഥാനങ്ങൾക്ക് അംഗീകാരവും അതേപോലെ തന്നെ പ്രാതിനിധ്യവും ഒക്കെ കൊടുക്കുന്ന ഒരു ഫെഡറൽ ഗവൺമെന്റ് എന്നൊരു ആശയം ലോകത്തിന് സംഭാവന ചെയ്തത് ആരാണ്, അമേരിക്കയാണ്. അപ്പം ഇത്രയുമാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ റിസൾട്ട് അല്ലെങ്കിൽ ഇമ്പാക്ട്. അതിന്റെ റിസൾട്ട് എന്തായിരുന്നു, അല്ലെ അതിന്റെ ഫലം എന്തായിരുന്നു, ഇമ്പാക്ട് എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇതാണ്. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം. ഒന്നാമത് പറയുന്നത് പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. പിന്നെന്താണ്, മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി. അത് നേരത്തെ പറയാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. പിന്നെ പറഞ്ഞ എന്താണ്, റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചു.
ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. പിന്നെ പറഞ്ഞത് എന്താണ്? സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി. ഇത്രയും കാര്യങ്ങളാണ് അമേരിക്കൻ വിപ്ലവത്തിന്റെ ഫലങ്ങൾ. മനസ്സിലായോ? മനസ്സിലായോ? Yes. മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇന്നെടുത്ത കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ഓർത്തു നോക്കുക. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് അമേരിക്കൻ വിപ്ലവം നടക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ റീസൺസ് പറഞ്ഞു. എന്തായിരുന്നു സാഹചര്യം? കുറച്ച് ആൾക്കാര് ഇംഗ്ലണ്ടിൽ നിന്ന് കുറച്ച് ആൾക്കാര് അമേരിക്കയിലോട്ട് കുടിയേറി പാർത്തു. അവിടേക്ക് ഇംഗ്ലണ്ടിലെ രാജാവ് വീണ്ടും കുറെ മെർച്ചന്റ്സിനെ ഒക്കെ ഇങ്ങോട്ടേക്ക് അയച്ചു. അങ്ങനെ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ്. അമേരിക്കൻ വിപ്ലവത്തിന്റെ റീസൺസ് എന്തൊക്കെയായിരുന്നു? കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? മെർക്കന്റലിസ്റ്റ് ലോസ്, ടാക്സ് പോളിസി, പിന്നെ എന്തായിരുന്നു? ഐഡിയോളജീസ് ആൻഡ് തിങ്കേഴ്സ്. നമ്മളെ ടാക്സ് പോളിസിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞതായിരുന്നു ജെയിംസ് ഓട്ടിസിന്റെ നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന കാര്യം പറഞ്ഞു. പിന്നെ മെർക്കന്റലിസ്റ്റ് ലോസിലെ 5 പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ നമ്മൾ പറഞ്ഞു. പിന്നെ ഐഡിയോളജീസ് ആൻഡ് തിങ്കേഴ്സ്, ജോൺ ലോക്ക്, തോമസ് പെയിൻ. മറന്നു പോകരുത്, 2 പേരുടെ ഐഡിയോളജിയാണ് ജോൺ ലോക്ക്, തോമസ് പെയിൻ. പിന്നെ അമേരിക്കൻ റവല്യൂഷനായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഇൻസിഡൻസ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത് 1773 പിന്നെ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് 1774 ജോർജിയ പങ്കെടുത്തിട്ടില്ല, ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ്. ആ ഒരു കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പെറ്റീഷൻ ആണ് കൊടുത്തത്. പെറ്റീഷൻ അവർ ഗൗനിച്ചില്ല. എന്ത് ചെയ്തു? പകരം ഒരു മിലിറ്ററി ഫോഴ്സിന് ഇങ്ങോട്ട് അയച്ചിട്ട് സപ്രസ് ചെയ്യാണ് ചെയ്തത്. പിന്നെ ശേഷം നടക്കുന്നത് സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ആണ്. ഫിലാഡൽഫിയയിൽ വെച്ചിട്ട് തന്നെയാണ് നടക്കുന്നത്. 1775 നടക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു? അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ഫോം ചെയ്യുന്നതിന്റെ ഉദ്ദേശം ഒരു മിലിറ്ററി ഫോം ചെയ്യുക എന്നതായിരുന്നു. അങ്ങനെ ഒരു സൈന്യത്തെ ഉണ്ടാക്കുകയാണ്. ജോർജ് വാഷിംഗ്ടണിനെ കമാൻഡർ ഇൻ ചീഫ് ആയിട്ട് എലക്ട് ചെയ്യുന്നു. തേർഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് തൊട്ടടുത്ത വർഷം 1776 നടക്കുന്നു. ഫിലാഡൽഫിയയിൽ വെച്ചിട്ട് തന്നെയാണ് എന്താ സംഭവിക്കുന്നത്? ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. അതോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ്? ഇംഗ്ലണ്ടും അതേപോലെ തന്നെ അമേരിക്കൻ കോളനീസും തമ്മിൽ വാർ സ്റ്റാർട്ട് ചെയ്യാണ്. 1781 വാർ എൻഡ് ചെയ്യുന്നു. 1783 പാരീസ് ട്രീറ്റി പ്രകാരം എന്ത് ചെയ്തു? ഇംഗ്ലണ്ട് ഇവരുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു കൊടുത്തു. അങ്ങനെ എന്ത് സംഭവിക്കാണ്? ജോർജ് വാഷിംഗ്ടൺ ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. പിന്നെ അമേരിക്കൻ റവല്യൂഷന്റെ റിസൾട്ട് ആണ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ടീച്ചറെ, ഓ ഒരു 2 ആൾക്കാരോട് ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? ഓക്കെ ആയിക്കോട്ടെ, നിങ്ങൾ ടീച്ചർ ചോദിച്ചോളി, ഞാൻ ആളെ പറഞ്ഞുതരാം. നിങ്ങൾ ചോദിച്ചോളി. ഓക്കെ. പേര് പറയോ? ആനന്ദ്. ആനന്ദില്ലേ? ആനന്ദ്. ഓക്കെ മിസ്. അല്ല, ഓക്കെ മിസ് പറയണ്ടോ? ആനന്ദ് ഉണ്ടല്ലോ. ഓക്കെ, ആനന്ദ്, ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് തയ്യാറാക്കിയത് ആരൊക്കെയായിരുന്നു? ഞാൻ 2 ആൾക്കാരുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. ആനന്ദില്ലേ? ഇല്ല, ആനന്ദില്ല. അടുത്തത് അബിൻ സി. എന്നാ അബിന് പറഞ്ഞോ, സെയിം ക്വസ്റ്റ്യൻ തന്നെ. ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് തയ്യാറാക്കിയത് ആരൊക്കെയായിരുന്നു? 2 വ്യക്തികളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. മിസ് ഞാൻ പറയട്ടെ? അഭിനവില്ല, അവര് അഭിനവ് പറഞ്ഞോട്ടെ. അഭിനവ് പറഞ്ഞോ. എന്നാ അഭിനവ് പറഞ്ഞോ. അറിയില്ലെങ്കിൽ അറിയില്ല പറയാ അഭിനവേ. ഞാനൊന്നും കേട്ടില്ല, എന്താ പറഞ്ഞേ? ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യ പ്രഖ്യാപനം. 2 എന്താ പറഞ്ഞ? മനസ്സിലായില്ല. ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യ പ്രഖ്യാപനം, അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 2 വ്യക്തികളാണ് എഴുതി തയ്യാറാക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വ്യക്തികൾ ആരൊക്കെയായിരുന്നു? അഭിനവേ അറിയില്ലെങ്കിൽ അറിയില്ല പറയുന്നത്. അടുത്ത കൊടുക്കാം. അഭിനവ്. അഭിനവ്,
അഭിനവില്ല. നേരത്തെ ആരോ ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതാ ഞാൻ പറയട്ടെ. പറഞ്ഞോ. തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഫ്രാങ്ക്ലിൻ, തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഇതിലുള്ള പേരുകൾ നിങ്ങൾ ഓർത്തു വെക്കണം. എപ്പോഴും മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ജെയിംസ് ഓട്ടിസ്, നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെന്റേഷൻ. പിന്നെ ഐഡിയോളജീസ് ആൻഡ് തിങ്കേഴ്സിൽ 2 ആൾക്കാരുടെ പേരാണ്, തോമസ് പെയിൻ, ജോൺ ലോക്ക്. പിന്നെ പറയുന്നത് ഈ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. പിന്നെ കോമൺ സെൻസ് എന്ന് പറയുന്ന പാംഫ്ലെറ്റ് തയ്യാറാക്കിയത് തോമസ് പെയിൻ ആണ്. പിന്നെ ഫസ്റ്റ് കമാൻഡർ ഇൻ ചീഫും അതേപോലെ തന്നെ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് അമേരിക്കയും ജോർജ് വാഷിംഗ്ടൺ ആണ്. അപ്പൊ ഇത്രയും പേരുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ഇനി എല്ലാ റവല്യൂഷൻസിലും ഇതേപോലെ ഒരുപാട് ആൾക്കാരുടെ പേരുണ്ട്. അപ്പൊ ഓരോരുത്തരുടെ പേരും നിങ്ങൾ ആ സമയത്ത് തന്നെ കൃത്യമായിട്ട് ഓർത്തു വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പൊ ഓക്കെ, നമുക്ക് ബൈൻഡപ്പ് ചെയ്യാം.